ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ന്യൂ ഇയർ ആണല്ലേ, 2025 പുതുവർഷം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഒരു പുതുവത്സര ആശംസകൾ നേരുന്നു. ഈ വർഷം എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ, എല്ലാവരുടെ ലൈഫിലും ഉയർച്ചകൾ മാത്രം ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ന്യൂ ഇയർ ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പുതിയൊരാളാവണം, അല്ലെങ്കിൽ ജീവിതത്തിൽ കുറേ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നൊക്കെ നിങ്ങൾ റെസൊല്യൂഷൻസ് ഒക്കെ എടുത്തിട്ടുള്ള ആളുകളായിരിക്കുമല്ലേ മിക്കവരും. അപ്പോൾ ഞാൻ ഇതിനു മുന്നേയും നമ്മൾ ഈ ഒരു ന്യൂ ഇയറിൻ്റെ റെസൊല്യൂഷനെ പറ്റിയുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഈ ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ന്യൂ ഇയർ വരെ നിങ്ങൾ കാത്തിരിക്കേണ്ട കാര്യമില്ല നന്നാവാനായിട്ട്. നമ്മുടെ മനസ്സിലെ ചിന്തകൾ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതി നമുക്ക് മാറ്റണമെന്ന് എപ്പോഴാണോ തോന്നുന്നത് അപ്പോൾ തന്നെ നമുക്ക് മാറ്റാം കേട്ടോ. ന്യൂ ഇയർ വരെ നമ്മൾ കാത്തിരിക്കേണ്ട ഒരു കാര്യമില്ല. എന്ത് തന്നെയാണെങ്കിലും ഇതുപോലെ കുറച്ച് പേരെങ്കിലും ഇതുവരെയും ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ എനിക്കൊരു മോട്ടിവേഷൻ കിട്ടിയാലേ ഞാൻ മാറുള്ളൂ എന്ന് കരുതിയിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അതായത് ചെറിയ ചെറിയ കാര്യങ്ങളാണ്, പക്ഷേ അതൊരു വലിയ മാറ്റം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ ലൈഫിൽ കഴിഞ്ഞ ഒരു 2024 എന്ന് പറയുന്നൊരു വർഷത്തിൽ ഞാൻ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നപ്പോൾ എനിക്കുണ്ടായ ഒരു റിസൾട്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ എപ്പോഴും നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസിലൊക്കെ ഞാൻ പറയുന്ന കാര്യമാണ്, നമ്മൾ ആദ്യം തന്നെ രാവിലെ ഒന്ന് എഴുന്നേൽക്കുക. രാവിലെ എഴുന്നേൽക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർക്ക് രാവിലെ 5 മണിക്ക് അല്ലെങ്കിൽ 4 മണിക്കൊക്കെ എഴുന്നേൽക്കാനായിട്ട് പറ്റുന്ന ആൾക്കാരുണ്ടായിരിക്കും. എനിക്ക് അത്രയും നേരത്തെ എനിക്ക് എഴുന്നേൽക്കാനായിട്ട് പറ്റില്ല കേട്ടോ. ഞാനൊരു 6 മണിക്കൊക്കെയാണ് എഴുന്നേൽക്കുന്നത്. അപ്പോൾ ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്, എനിക്കൊരു 5 മണിക്കെങ്കിലും എഴുന്നേൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അത് ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, ഞാനത് പ്രാവർത്തികമാക്കണ്ടേ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കണ്ടുപിടിച്ചൊരു വഴി എന്ന് പറയുന്നത്, ഓരോ ദിവസവും 5 മിനിറ്റ് പുറകിലോട്ട് ഒന്ന് എഴുന്നേറ്റ് നോക്കാം. അങ്ങനെ ഗ്രാജുവലി നമുക്ക് കുറേശ്ശെ മാറ്റം വരുത്താനേ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയാണ് ഏതൊരു കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ ഉറക്കം എഴുന്നേൽക്കുന്ന കാര്യം പോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വലിയൊരു മാറ്റം കൊണ്ടുവരണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ഓടിപ്പോയിട്ട് നമുക്കത് മാറാനോ അല്ലെങ്കിൽ മാറ്റാനോ പറ്റില്ല കേട്ടോ. അഥവാ അങ്ങനെ മാറ്റാനായിട്ട് ശ്രമിച്ചാലും നമുക്ക് അത് 1-2 ദിവസം അതിൽ കൂടുതൽ മുന്നോട്ട് പോകത്തില്ല കേട്ടോ, അങ്ങനെ ഒരു ശീലം. കാരണം നമ്മുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ വരുത്തുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. പ്രത്യേകിച്ച് നമ്മുടെ ഇമോഷൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് വെക്കാൻ പറ്റുക എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗ്രാജുവലി നിങ്ങൾക്ക് അത് മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ ഉറക്കം എഴുന്നേൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് വീട്ടമ്മമാരാണെങ്കിൽ ഉറപ്പായിട്ടും ഒരുപാട് ജോലികൾ ചെയ്യാൻ കാണും. കിച്ചണിലൊക്കെ മക്കളെ സ്കൂളിൽ വിടേണ്ട കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ നമ്മൾ കുറച്ചൊന്ന് നേരത്തെ എഴുന്നേൽക്കുവാണെങ്കിൽ നമ്മുടേതായ കുറച്ച് സമയം നമുക്ക് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കിച്ചണിൽ കയറാം. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കിപ്പോൾ രാവിലെ കിച്ചണിൽ കയറിയിട്ട് പെട്ടെന്ന് ജോലികൾ ചെയ്ത് കഴിഞ്ഞ് ആമിയെ വിട്ട് കഴിഞ്ഞിട്ടുള്ള സമയത്താണ് ഞാൻ എൻ്റേതായ സെൽഫ് കെയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ എനിക്ക് കംഫർട്ടായിട്ടുള്ളൊരു ടൈമാണ് ഞാൻ എപ്പോഴും സെലക്ട് ചെയ്യുക കേട്ടോ. നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് അയ്യോ എനിക്കിനി എൻ്റെ സെൽഫ് കെയറും എൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ എനിക്ക് ഫോക്കസ് ചെയ്യണം, പക്ഷേ എൻ്റെ മോളെ സ്കൂളിൽ വിടണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ കിടന്നിട്ട് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അന്നത്തെ ദിവസം തന്നെ പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2024 തുടങ്ങിയ സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായി, എനിക്ക് എന്തായാലും രാവിലെ എഴുന്നേറ്റ് എൻ്റെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാനുള്ള സമയം കിട്ടില്ല എന്നുള്ളത്. അത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യമാണ് രാവിലെ നമ്മുടെ കാര്യങ്ങളിൽ. അതായത് ഇപ്പോൾ ഒരു മെഡിറ്റേഷനോ അല്ലെങ്കിൽ എക്സസൈസോ അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് കെയറും കാര്യങ്ങളൊക്കെ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഉടനെ ചെയ്യുക എന്നുള്ളത് ഏറ്റവും നല്ല കാര്യമാണ് കേട്ടോ. പക്ഷേ എൻ്റെ സമയം എനിക്കെല്ലാം അറിയാവുള്ളൂ. അപ്പോൾ നമ്മുടെ സമയം അനുസരിച്ച്, അതായത് നമ്മുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ നമുക്ക് മാത്രമാണ് അറിയാവുന്നത്. മറ്റൊരാൾ പറയുന്നത് കേട്ടിട്ട് നമ്മൾ ചെയ്യാനായിട്ട് നിൽക്കേണ്ട. നമുക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് ആ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ കാര്യങ്ങളിലും കൂടി ഫോക്കസ് ചെയ്താൽ മതി. പിന്നെ ഞാൻ കൊണ്ടുവന്നൊരു ശീലം എന്ന് പറയുന്നത്, ഞാൻ വായനയിലോട്ട് പോയി. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ കുറേ വീഡിയോസായി ഞാൻ പറയുന്ന കാര്യമാണ്. കേട്ട് നിങ്ങൾക്കും ബോറടിച്ച് കാണുമല്ലേ. വായന എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ ഒരുപാട് അങ്ങോട്ട് സ്വാധീനിക്കും കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യമൊക്കെ ഒരു പാടായിരിക്കും. ഞാൻ ഒട്ടും വായിക്കാത്ത ഒരാളാണ്. അപ്പോൾ എനിക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും പറ്റും. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ട ബുക്കുകളെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിപ്പോൾ
കുറച്ച് പോസിറ്റീവായിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളും പിന്നെ മറ്റൊരാളുടെ ലൈഫ്, അതായത് ഓട്ടോബയോഗ്രഫിയൊക്കെ ഇല്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കുറേ ഇൻസ്പിറേഷൻസ് കിട്ടുന്ന ബുക്സ് വായിക്കാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. നമ്മൾ ഒരു ദിവസം ഒരു അരമണിക്കൂറെങ്കിലും അല്ലെങ്കിൽ ഒരു 2 പേജെങ്കിലും നമ്മൾ വായിക്കാനായിട്ട് സമയം കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കരമായിട്ടൊരു ചേഞ്ച് നമുക്ക് ഉണ്ടാകും കേട്ടോ. അത് എനിക്ക് അനുഭവിച്ചറിഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ബുക്കുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ബുക്സ് നമ്മൾ തിരഞ്ഞെടുക്കുക, അതായത് നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനും ഒക്കെ സഹായിക്കുന്ന. ഇപ്പോൾ എല്ലാ ഭാഷകളിലും അവൈലബിൾ ആണ്, ഓൺലൈനിൽ തന്നെ എല്ലാം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഓർഡർ ചെയ്ത് വരുത്തോ അല്ലെങ്കിൽ കടയിലൊക്കെ പോയി മേടിക്കുകയൊക്കെ ചെയ്യാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള 1-2 ബുക്സൊക്കെ ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആദ്യം വായിച്ചു തുടങ്ങിയ ഒരു ബുക്ക് എന്ന് പറയുന്ന ഒരു നോവലാണ്, ഏറ്റവും പ്രിയപ്പെട്ട എന്നോടെന്ന് പറയുന്ന ആ ഒരു നോവലാണ്. പിന്നീട് ഞാൻ ഇക്കിഗായി വായിച്ചു. അത് ഒരുപാട് നമ്മളെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നൊരു ബുക്കാണ് കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവരും വായിച്ചിരിക്കണം. ഞാൻ ഇന്ന് കൊണ്ടാണ് ആ ബുക്ക് വായിച്ച് തീർത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് സൂര്യ എനിക്ക് ക്രിസ്മസിന് ഇതുപോലെ ആൽക്കമിസ്റ്റിൻ്റെ മലയാളം ബുക്കാണ് അവൾ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നത്. അതാണ് ഞാൻ ഇപ്പോൾ റീസെൻ്റായിട്ട് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നല്ലത് ചെയ്തവർക്കാണെങ്കിലും മോശം ചെയ്തവർക്കാണെങ്കിലും നമ്മളെപ്പോഴും നന്ദി പറയുക കേട്ടോ. കാരണം മോശം പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകൾ കാരണമാണ് നമ്മൾ ഇത്രയും ബോൾഡായിട്ടിരിക്കുന്നത്. അവരില്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരിക്കലും ഇത്രയും ഉയരത്തിലേക്ക് വരാൻ പറ്റുന്ന തരത്തില്ല. കാരണം നമ്മൾ അവരോടുള്ളൊരു വാശിപ്പുറത്ത് നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവണമെന്ന് ആഗ്രഹിക്കത്തില്ലേ. അപ്പോൾ എന്തായാലും നല്ലത് ചെയ്ത ആൾക്കാരെ നമ്മൾ നന്ദി പറയുന്ന പോലെ തന്നെ മോശം ചെയ്ത ആൾക്കാരോട് നമ്മൾ നന്ദി പറയുക. ആരോടും മനസ്സിലൊരു വിദ്വേഷമോ വെറുപ്പോ ഒന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെങ്കിൽ അവരെ അങ്ങോട്ട് ഒഴിവാക്കുക. നമ്മൾ നമ്മുടേതായ കാര്യങ്ങൾ, നല്ലതായ കാര്യങ്ങൾ ചിന്തിച്ച് നമ്മുടെ കാര്യങ്ങളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. പിന്നെയെന്ന് പറയുന്നത് നമുക്ക് ഭക്തി, അല്ലെങ്കിൽ നമ്മൾ ഏത് മതത്തിലാണോ വിശ്വസിക്കുന്നത് അല്ലെങ്കിൽ എന്തിലാണോ നിങ്ങൾ വിശ്വസിക്കുന്നത് ആ ഒരു കാര്യത്തിലും കൂടി നിങ്ങൾ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഇപ്പോൾ നിങ്ങൾ വിളക്ക് വയ്ക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഖുറാൻ വായിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചർച്ചിൽ പോകുന്നവരാണെങ്കിൽ, എന്ത് തന്നെയാണെങ്കിലും ഏത് മതസ്ഥരാണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടേതായ കുറച്ച് സമയം സ്പിരിച്വാലിറ്റിക്ക് അല്ലെങ്കിൽ ദൈവികമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾ ഡെയിലി മാറ്റി വെച്ച് നോക്കിയേ. നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ഉള്ളിലൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. നമ്മുടെ വീട് പോസിറ്റീവായിട്ടിരിക്കാനും നമ്മുടെ മൈൻഡ് പോസിറ്റീവായിട്ടിരിക്കാനും ഒക്കെയുള്ള വീഡിയോ ഒക്കെ നമ്മൾ കഴിഞ്ഞ വർഷം ചെയ്തിട്ടുണ്ട്. ഈ വർഷവും നമ്മൾ വീണ്ടും ചെയ്യുന്നതായിരിക്കും. കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും കേട്ടോ, നമ്മുടെ മൈൻഡ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ജീവിതത്തിൽ ഡെയിലി ലൈഫിൽ നമ്മൾ തുടരേണ്ട കാര്യങ്ങളാണ്. അതൊക്കെ നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വരുന്നതായിട്ട് നമുക്ക് തോന്നും. അതുപോലെ തന്നെ നമുക്ക് ദിവസവും രാവിലെ എഴുന്നേറ്റ് കുറച്ച് നേരം, ഒരു 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് നമുക്ക് കുറച്ച് നേരം പ്രകൃതിയിലൊക്കെ ഒന്ന് നോക്കി നിൽക്കാം കേട്ടോ. പൂക്കളും മരങ്ങളും ചെടികളും പക്ഷികളും ഒക്കെ. ഈ പക്ഷികളുടെയൊക്കെ സൗണ്ട് എന്ന് പറയുന്നത് നമ്മളെ ഒരുപാട് മൈൻഡ് അങ്ങോട്ട് റിലാക്സ് ആക്കുന്നതാണ്. എനിക്കത് എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ നമുക്കൊരു ഗാർഡൻ സെറ്റപ്പ് ചെയ്യാം. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് വീട്ടമ്മമാർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. ഒന്നിന് സമയമില്ലയെന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ അവിടെ ഇരിക്കത്തതേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലോട്ടൊന്ന് ഇറങ്ങി നോക്കി, നിങ്ങളറിയാതെ തന്നെ നിങ്ങൾക്കെല്ലാം പുറകെ വന്നോളും. അതായത് നമ്മൾ ഏത് കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചാലും പ്രപഞ്ചം പോലും കൂടെ ഉണ്ട് എന്നുള്ളതാണല്ലോ പറയുന്നത് വളരെയധികം സത്യമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാനത് പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള ഒരാളും കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ സമയവും നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഒരു സമയം പോലും നിങ്ങൾ പാഴാക്കരുത്. നിങ്ങൾക്ക് ഏത് സമയമാണോ നിങ്ങൾക്ക് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത്, ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റുന്നത്, ആ സമയമൊക്കെ നിങ്ങൾക്ക് കിട്ടിയതിൽ ദൈവത്തോട് നന്ദി പറയുകയാണ് ചെയ്യേണ്ടത്. കാരണം ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് നമുക്ക് നമ്മൾ ആരാണെന്ന് അറിയാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നമ്മുടെ ചിന്തകൾ തന്നെയാണ് നമ്മുടെ ലൈഫ് കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ആരോടെങ്കിലും ദേഷ്യമോ പകയോ വിദ്വേഷമോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും മറ്റൊരാളോട് ഒരു താഴ്മയായിട്ടോ അല്ലെങ്കിൽ സ്നേഹത്തോടെ നിന്ന് സംസാരിക്കാനോ ഒന്നും പറ്റില്ല. നമ്മൾ അങ്ങനെ ചെയ്യുമ്പോഴുണ്ടല്ലോ നമ്മൾ വിചാരിക്കുന്നത് മറ്റൊരാൾക്കത് പ്രശ്നമില്ല എന്നാണ്. പക്ഷേ നമ്മുടെ ആ ഒരു സ്വഭാവം കൊണ്ട് ചുറ്റിനും നിൽക്കുന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് വിഷമിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരാളുടെ സ്വഭാവം ഇഷ്ടമില്ല, നിങ്ങൾക്ക് അവരോട് സംസാരിക്കാനോ അല്ലെങ്കിൽ അവരോട് സഹകരിക്കാനോ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവരെ അങ്ങ് ഒഴിവാക്കി വിട്ടേക്കുക കേട്ടോ. നമ്മുടെ ജീവിതത്തിലേക്ക് അവരെ കൊണ്ടുവരാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം. അത് വീണ്ടും നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളിനെ കുറിച്ച്
അവരെക്കുറിച്ച് അറിഞ്ഞുകൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ അവരെ കണ്ടുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും നമ്മുടെ ഉള്ളിൽ ആ ഒരു നെഗറ്റീവ് എനർജി വന്നിട്ടേ ഇരിക്കും. അപ്പോൾ അത് മറ്റുള്ളവരെ കൂടി ബാധിക്കും. നമ്മുടെ ഓരോ വാക്കുകളിലും പ്രവൃത്തിയിലും ഒക്കെ അതിങ്ങനെ ബാധിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സങ്കടം തോന്നുന്ന പ്രവൃത്തികൾ എന്നോട് കാണിച്ചിട്ടുള്ള അല്ലെങ്കിൽ എന്നെ മനസ്സ് വിഷമിപ്പിച്ചിട്ടുള്ള അത്രയ്ക്കും നമുക്ക് ഹേർട്ടാവുന്ന കാര്യങ്ങളാണ്. ചെറിയ ചെറിയ കാര്യങ്ങളൊന്നുമല്ല. അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ആണെങ്കിൽ പോലും ഞാൻ ഒഴിവാക്കി തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു സമാധാനം കിട്ടി തുടങ്ങി. പിന്നെ എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടത് ചുറ്റുമുള്ള ആൾക്കാരെ അല്ല നമ്മൾ നോക്കേണ്ടത്, നമ്മൾ നമ്മളെ തന്നെയാണ് സ്നേഹിക്കേണ്ടത്. സെൽഫ് കെയർ അല്ലെങ്കിൽ സെൽഫ് ലവ് എന്ന് പറയുന്നത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ. നമ്മളെപ്പോഴും മറ്റുള്ളവർക്കാണ് പ്രയോറിറ്റി കൊടുക്കുക. മറ്റുള്ളവരെന്ത് ചെയ്തു, മറ്റുള്ളവർക്ക് എന്താണ് അവരുടെ ഒപ്പീനിയൻ എന്താണ്, ഇതൊക്കെയാണ് നമ്മുടെ തലയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ചിന്തകൾ. നമ്മൾ ഒരിക്കലും അങ്ങനെ മറ്റുള്ളവർക്ക് ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരാനേ പാടില്ല കേട്ടോ. നമ്മളെപ്പോഴും നമ്മളെ മാത്രം സ്നേഹിക്കുക. നമ്മൾ സെൽഫിഷ് ആവണമെന്നല്ല പറയുന്നത്. കുറേ കാര്യങ്ങൾ നമ്മൾ മറ്റൊരാളോട് നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് ഒരാളുടെ സ്വഭാവം മാറുകയെന്ന് പറയാൻ പറ്റില്ലല്ലേ. ചിലപ്പോൾ നമ്മുടെ ഭാഗത്തെ മിസ്റ്റേക്ക് ആയിരിക്കാം, ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും നമ്മളോട് പക വരുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ആ സമയത്തായിരിക്കും നമ്മൾ പറയുന്ന രഹസ്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരെടുത്ത് പ്രയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും മറ്റൊരാളോട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനായിട്ട് പോകരുത്. എത്ര ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞാലും എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഇനിയിപ്പോൾ പാർട്ട്ണർ അത്രയും സ്നേഹമുള്ള ആളാണെന്ന് പറഞ്ഞാലും നമ്മളോട് തന്നെ എല്ലാം സംസാരിക്കുക. അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ജേണൽ റൈറ്റിങ്ങിനെ കുറിച്ച്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇമോഷൻസ് എല്ലാം ഒരു ബുക്കിൽ അങ്ങോട്ട് എഴുതി വെക്കാം കേട്ടോ. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടായിരിക്കും ആ ഒരു ബുക്കെന്ന് പറയുന്നത്. നിങ്ങളെ സ്നേഹിച്ച് തുടങ്ങുന്നു എന്ന് കാണുന്നതിൻ്റെ ഒരു ലക്ഷണം കൂടിയാണത്. അപ്പോൾ നിങ്ങൾ മറ്റൊരാളോട് പറഞ്ഞിട്ട് അവരുടെ അഭിപ്രായം കേട്ടിട്ട് അല്ലെങ്കിൽ അവരോട് പറഞ്ഞാലേ നിങ്ങളുടെ സങ്കടം മാറൂ അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് തന്നെ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും ഉള്ള സൊല്യൂഷൻ കിട്ടും. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളെ സ്നേഹിച്ച് തുടങ്ങുക. അപ്പോൾ തന്നെ നിങ്ങളുടെ പകുതി പ്രശ്നവും തീരും. നിങ്ങൾ എല്ലാവരും പറയുന്ന കാര്യമാണ് ഒറ്റയ്ക്കിരിക്കാൻ പേടിയാണ്, ഒറ്റയ്ക്കിരിക്കുന്നത് ഇഷ്ടമില്ല അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോയി എന്നൊക്കെ. പക്ഷേ ഞാൻ ഈ ഒരു കഴിഞ്ഞ വർഷം കൊണ്ട് ഞാൻ പഠിച്ചൊരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഒറ്റയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമയമാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത് കേട്ടോ. അതായത് നമുക്ക് നമ്മളെക്കുറിച്ച് മനസ്സിലാക്കാനും നമുക്ക് നമ്മളോട് സംസാരിക്കാനും എൻ്റെ കഴിവുകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ എൻ്റെ കുറവുകൾ എന്തൊക്കെയാണ്. എനിക്കിപ്പോൾ ഒരുപാട് കുറവുകളുണ്ട്. അതായത് എൻ്റെ കുറ്റങ്ങളും കുറവുകളും എനിക്ക് എന്നെ കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ എനിക്ക് തന്നെ സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെ അതിൽ നിന്ന് ഓവർകം ചെയ്യണമെന്ന്. ഇതൊരു പക്ഷേ ഞാൻ വേറൊരാളോട് പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു അവസരം മുതലാക്കിയിട്ട് എപ്പോഴെങ്കിലും നമുക്കിട്ട് പണി തരും അല്ലേ. അപ്പോൾ നമുക്കത് വേദനിക്കും. അപ്പോൾ എന്തിനാണല്ലേ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഒറ്റപ്പെട്ട് കിട്ടുന്ന സമയങ്ങൾ അല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കുന്ന സമയങ്ങളിൽ മാത്രമേ നമുക്ക് നമ്മളോട് സംസാരിക്കാനും നമ്മളെ കൂടുതൽ മനസ്സിലാക്കാനും നമ്മുടെ കഴിവുകൾ പുറത്തു കൊണ്ടുവരാനും ഒക്കെ പറ്റത്തുള്ളൂ. ഇപ്പോൾ തന്നെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഞാൻ ക്രാഫ്റ്റ് വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. എനിക്ക് ക്രാഫ്റ്റ് ചെയ്യാനുള്ളൊരു കഴിവ് നന്നായിട്ടല്ലെങ്കിലും എന്നെക്കൊണ്ടും പറ്റും എന്നെനിക്ക് മനസ്സിലായത് ഞാൻ എന്നോട് തന്നെ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് കേട്ടോ. അപ്പോൾ എല്ലാ മനുഷ്യരെയും ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ മനുഷ്യരെയും ഈശ്വരൻ സൃഷ്ടിച്ചേക്കുന്നത് ഓരോ കഴിവുകളോടുകൂടി തന്നെയാണ്. ആദ്യം നിങ്ങൾ മനസ്സിൽ നിന്ന് എടുത്ത് കളയേണ്ട ഒരു ചിന്ത എന്ന് പറയുന്നത് എന്നെ ഒന്നിനും കൊള്ളില്ല, ഞാൻ ഒന്നിനും കൊള്ളത്തില്ല, എനിക്ക് മറ്റുള്ളവരെ പോലെ ആകാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ചിന്തയുണ്ടല്ലോ, അതെടുത്ത് മാറ്റുക. നിങ്ങൾക്ക് നിങ്ങളുടേതായ കഴിവും നിങ്ങളുടേതായ ഒരു യുണീക്ക് ആയിട്ടുള്ളൊരു ഐഡൻറ്റിറ്റി ഒക്കെ ഉണ്ട് എല്ലാവർക്കും. എല്ലാ മനുഷ്യർക്കും ഈശ്വരൻ ഭൂമിയിലേക്ക് വിട്ടേക്കുന്നത് ഓരോ കഴിവുകളായിട്ടാണ്. പക്ഷെ നമ്മളത് കണ്ടുപിടിച്ച് അത് ഉപയോഗിക്കുക എന്നുള്ളതിലാണ് നമ്മുടെ ഒരു മിടുക്കെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പിന്നെ അങ്ങോട്ട് പുറകിലോട്ട് തിരിഞ്ഞു നോക്കേണ്ട കാര്യമേ ഇല്ല കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമുക്കൊക്കെ ഇപ്പോൾ എന്തായാലും മറ്റുള്ളവർക്ക് അത് ചെയ്യാൻ കഴിയുന്നുണ്ട്, ഇവർക്കിത് ചെയ്യാൻ കഴിയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഉള്ളിലൊരു തോന്നലുണ്ടല്ലോ. അപ്പോൾ ആ ഒരു തോന്നൽ മാറിക്കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളാദ്യം മറ്റുള്ളവർക്ക് നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു സമയമെന്ന് പറയുന്നത് നിങ്ങളുടെ കാര്യങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത്
തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ലൈഫ് മുന്നോട്ട് കുതിക്കും. പിന്നെ ഒരിക്കലും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യരുത് മറ്റൊരാൾ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യണം. നമ്മുടെ പാർട്ട്ണർ ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിൽ എല്ലാവരും സന്തോഷം പ്രകടിപ്പിക്കണം, അല്ലെങ്കിൽ എല്ലാവരും എന്നെ പുകഴ്ത്തി പറയണമെന്ന് ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിക്കുക, നിങ്ങളൊരു കാര്യം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നത്. അത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ലൈഫ് മാറും. അതുകൊണ്ട് ഒരിക്കലും മറ്റുള്ളവരെ ഒന്നും നോക്കണ്ട. നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിച്ചു തുടങ്ങുക. നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് കിട്ടിയ ഒരു വരദാനമാണ്. നമുക്ക് മനുഷ്യജന്മം എന്ന് പറയുന്നത് നമുക്ക് ഈശ്വരൻ തന്നേക്കുന്നത്, നമുക്ക് ബുദ്ധിയും സാമർഥ്യവും കഴിവും ഒക്കെ തന്നേക്കുന്നത് അത് ഉപയോഗപ്പെടുത്താനാണല്ലേ. അപ്പോൾ അത് നമുക്ക് വേണ്ടി തന്നെ നമ്മളത് ഉപയോഗിക്കുമ്പോൾ നമ്മളറിയാതെ നമ്മളിലൊരു മാറ്റം ഉണ്ടാക്കും, ഉറപ്പായിട്ടും ഉണ്ടാക്കും. പിന്നെ ചുറ്റുമുള്ള എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ടൊന്നും നമുക്ക് ജീവിക്കാനായിട്ട് പറ്റില്ല കേട്ടോ. എല്ലാവരും നമ്മുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനാണ് നിൽക്കുന്നത്. നിങ്ങളിനി എത്രയൊക്കെ നന്നായിട്ട് ജീവിച്ചു എന്ന് പറഞ്ഞാലും ഈ ലോകത്തുള്ള ഒരു 80% ആളുകളെങ്കിലും നിങ്ങളെ കുറ്റം കണ്ടുപിടിക്കാനും നിങ്ങളെക്കുറിച്ച് മോശം പറയാനും ഉണ്ടാവും. അവരെയൊക്കെ നിങ്ങൾ മൈൻഡ് ചെയ്യാനായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ മുന്നേറത്തില്ല. നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരെ നോക്കുന്നത്? അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. നിങ്ങളുടെ മനസാക്ഷിക്ക് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സന്തോഷം കിട്ടിയോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. അത് നിങ്ങൾക്ക് ആ ഒരു സന്തോഷം കിട്ടിയോ ഇല്ലയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം കണ്ണടച്ചിരുന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഇന്നത്തെ ദിവസം എനിക്ക് എന്തൊക്കെ സംഭവിച്ചു. ഞാൻ അതുകൊണ്ടാണ് ജേണൽ എഴുതുമ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എഴുതുക എന്ന് പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് നല്ല കാര്യങ്ങൾ എഴുതി വെക്കുമ്പോഴുണ്ടല്ലോ, വീണ്ടും വീണ്ടും അതെടുത്ത് വായിക്കുമ്പോൾ എന്നെക്കൊണ്ട് ഇത്രയൊക്കെ പറ്റിയല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ വീണ്ടും ഭയങ്കരമായിട്ടൊരു മോട്ടിവേഷൻ നമുക്ക് തന്നെ കിട്ടും. ഇതൊരു ടൈപ്പ് ഓഫ് മോട്ടിവേഷനാണ് കേട്ടോ ഈ ജേണൽ എഴുത്തെന്നൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് ശ്രമിക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഉയരങ്ങളിലെത്താനായിട്ട് പറ്റും. തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും വരും കേട്ടോ. നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനും എന്നും നമുക്ക് നല്ലത് മാത്രം വന്നുകൊണ്ടിരിക്കുകയൊന്നും ചെയ്യത്തില്ല. ഓരോ ദിവസവും വ്യത്യസ്തമാണ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും, പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും, നമ്മളത് ആ സാഹചര്യത്തോട് ഇഴുകി ചേർന്ന് പോകാനായിട്ട് നമ്മൾ ആദ്യം മൈൻഡിനെ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ ഒന്ന് പഠിപ്പിക്കുക. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫായിരുന്നു. നമ്മൾ ലാസ്റ്റ് 2024 എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പം ലാസ്റ്റ് കാണിച്ചിരിക്കുന്ന ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഞാൻ ഈ വ്ളോഗ് എടുത്തതിൻ്റെ 2-3 ദിവസം കഴിഞ്ഞിട്ട് എടുത്തതാണ് കേട്ടോ. നമ്മുടെ ഗാർഡനിലെ പാവയ്ക്കൊക്കെ പറിച്ചെടുത്തതാണ്. അപ്പോൾ ഇത് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം തോന്നി. ഹസ്ബൻഡിനായിരുന്നു ഭയങ്കര ഹാപ്പിനെസ്. നമ്മളെ നട്ട് വളർത്തിയിട്ട് നമുക്ക് കിട്ടിയ 2 കായ്ഫലമല്ലേ, അതാണ് ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുറച്ച് മോട്ടിവേഷൻ കൂടി പോയി എന്നറിയാം. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.